എല്ലാവർക്കും മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ക്ലാസ്സിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് മാനേജ്മെൻറ്റിനകത്ത് വരുന്ന ഒരു ടോപ്പിക്കാണ് ലൈൻ ഓർഗനൈസേഷൻ എന്നുള്ളത്. ലൈൻ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വെർട്ടിക്കൽ റിലേഷൻഷിപ്പാണ് ലൈൻ ഓർഗനൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ചെറിയൊരു ഡയഗ്രാം ഇവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒന്ന് ജനറൽ മാനേജർ, അതിൻ്റെ കീഴിൽ ഫിനാൻഷ്യൽ മാനേജർ, അതിൻ്റെ കീഴിൽ അസിസ്റ്റൻറ്റ്, അതിൻ്റെ കീഴിൽ അക്കൗണ്ടൻറ്റ്, അങ്ങനെ പോകുന്ന ഒരു വെർട്ടിക്കൽ റിലേഷൻഷിപ്പ് ടോപ്പ് ടു ബോട്ടം ഉള്ള ടൈപ്പ് ഓഫ് ഓർഗനൈസേഷനെയാണ് ലൈൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ വെർട്ടിക്കൽ റിലേഷൻഷിപ്പിലൂടെ ആയിരിക്കും അതോറിറ്റിയുടെ ഫ്ലോ എന്നുള്ളത് വെർട്ടിക്കൽ റിലേഷൻഷിപ്പിലൂടെ ആയിരിക്കും ഇതിനകത്ത് ലൈൻ ഓർഗനൈസേഷനകത്ത്. അതായത് ഇവിടെ കൃത്യമായിട്ടുള്ളൊരു യൂണിറ്റി ഓഫ് കമാൻഡ് ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഒരു അതോറിറ്റി, അധികാരം, അതുപോലെ തന്നെ ഉത്തരവാദിത്തം, അതോറിറ്റി റെസ്പോൺസിബിലിറ്റി എന്നുള്ളൊരു റിലേഷൻഷിപ്പ് ഇവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു നല്ലൊരു ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിങ്ങിനകത്ത് സാധിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് ലൈൻ ഓർഗനൈസേഷൻ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഡയഗ്രാം ഇവിടെ എഴുതിയിട്ടുള്ള ഡയഗ്രാം നോക്കുക. അപ്പോൾ ഇവിടെ ഒരു ജനറൽ മാനേജർ, അതിൻ്റെ കീഴിൽ ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ മാനേജർ, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ മാനേജർ, മാർക്കറ്റിംഗ് മാനേജർ, അങ്ങനെ വരുന്നത്. പിന്നെ അത് ഈ ഫിനാൻഷ്യൽ മാനേജറിൻ്റെ കീഴിൽ തന്നെ ഒരു അസിസ്റ്റൻറ്റ് ഫിനാൻഷ്യൽ മാനേജർ, അതിൻ്റെ കീഴിൽ ഒരു അക്കൗണ്ടൻറ്റ്, അതിൻ്റെ കീഴിൽ ക്ലർക്ക്. അപ്പം ഇത്തരത്തിൽ ഒരു ടോപ്പ് ടു ബോട്ടം ഉള്ള ഒരു അതോറിറ്റി റിലേഷൻഷിപ്പാണ് ഇത് പറയുന്നത്, ലൈൻ ഓർഗനൈസേഷനാണെന്നുള്ള പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ എന്താണ് സുപ്പീരിയർക്ക് ഒരു ഓവർലോഡ് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അതോറിറ്റി എന്നുള്ളത് ടോപ്പ് ലെവലിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയും ഇതിനകത്തുണ്ട്, ലൈൻ ഓർഗനൈസേഷനകത്തുണ്ട്. ഒരു വലിയ ഓർഗനൈസേഷനകത്തൊക്കെ നമുക്കൊരു ലൈൻ ഓർഗനൈസേഷൻ എന്നുള്ളത് എത്രത്തോളം സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആ ലൈൻ ഓർഗനൈസേഷനെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമുക്ക് നോക്കാം. ലൈൻ ഓർഗനൈസേഷൻ എല്ലാം ഇത് നോക്കാം. ലൈൻ ഓർഗനൈസേഷൻ റെപ്രസെൻറ്റ് ദ സ്ട്രക്ചർ ഇൻ എ ഡയറക്റ്റ് വെർട്ടിക്കൽ റിലേഷൻഷിപ്പ്. നമ്മൾ പറഞ്ഞിരുന്ന വെർട്ടിക്കൽ റിലേഷൻഷിപ്പാണ് ഒരു പ്രൊഡക്ഷൻ മാനേജർ, സുപ്പീരിയറിൻ്റെ ഫോർമാന്, വർക്കേഴ്സ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു വെർട്ടിക്കൽ റിലേഷൻഷിപ്പാണ് ലൈൻ ഓർഗനൈസേഷൻ പറയുന്നത്. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഫോം ഓഫ് ഓർഗനൈസേഷനാണ്. കാരണം ലൈൻ ഓർഗനൈസേഷൻ ഉണ്ട്, ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ ഉണ്ട്, വേറെ ഒന്ന് രണ്ട് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് കമ്പയർ ചെയ്യുമ്പോൾ ലൈൻ ഓർഗനൈസേഷൻ സിമ്പിളായിട്ടുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ്. Under this, the line authority flows vertically downward from top to bottom. അതായത് അതോറിറ്റി കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ടോപ്പിലാണ് അതോറിറ്റി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ടോപ്പ് ടു ബോട്ടം ആണ് അതിൻ്റെ ഒരു റിലേഷൻഷിപ്പ് എന്നുള്ളത്. ദ ക്വാണ്ടം ഓഫ് അതോറിറ്റി ഈസ് ഹയസ്റ്റ് അറ്റ് ദ ടോപ്പ് ആൻഡ് റെഡ്യൂസ് ഇൻ ദ ഈച്ച് സക്സീവ് ലെവൽ ഓഫ് ദ ഹൈറാർക്കി. അതായത് ടോപ്പിൽ ഏറ്റവും കൂടുതൽ അധികാരമുണ്ടാവും, അതിൻ്റെ താഴെ വരുമ്പോൾ അധികാരത്തിൻ്റെ ആ ഒരു ഇത് കുറയും, പിന്നെ കുറയും, അങ്ങനെ ആണ് അതിൻ്റെ അതോറിറ്റീൻ്റെ ഒരു ഫ്ലോ എന്നുള്ളത്. നമുക്കത് കുറച്ചും കൂടെ വ്യക്തമായിട്ട് നമുക്കൊരു ഡയഗ്രാം നമ്മൾ നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. നോക്കാം, ഈ ഡയഗ്രാം എഴുതിയിട്ട് ഈ ഡയഗ്രാം ഒന്ന് നോക്കാം. ഇവിടെ ജനറൽ മാനേജർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കീഴിൽ എന്തുണ്ട്, ഒരു പ്രൊഡക്ഷൻ മാനേജർ, ഫിനാൻസ് മാനേജർ, മാർക്കറ്റിംഗ് മാനേജർ ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഈ പ്രൊഡക്ഷൻ മാനേജറിൻ്റെ കീഴിലാണ് സുപ്പീരിയൻ്റ്, അതിൻ്റെ കീഴിൽ ഫോർമാൻ, അതിൻ്റെ കീഴിൽ വർക്കേഴ്സ്. അപ്പോൾ നോക്കാം, ഇവിടെ ഒരു റിലേഷൻഷിപ്പ് എന്നുള്ളത് എങ്ങനെയാണ്, ടോപ്പ് ടു ബോട്ടമാണ് ഇവിടെ ഒരു അതോറിറ്റി റിലേഷൻഷിപ്പ് ഉള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ഫിനാൻഷ്യൽ മാനേജർ ആണെങ്കിൽ അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി അസിസ്റ്റൻറ്റ് ഫിനാൻഷ്യൽ മാനേജർ. അപ്പോൾ ഈ ജനറൽ മാനേജർക്കായിരിക്കും കൂടുതൽ അതോറിറ്റി. അപ്പോൾ അതിൻ്റെ കഴിഞ്ഞാൽ പിന്നെ അതോറിറ്റി ഉള്ള ആർക്കായിരിക്കും, ഫിനാൻഷ്യൽ മാനേജർ ആയിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അസിസ്റ്റൻറ്റ് ഫിനാൻഷ്യൽ മാനേജർ ആയിരിക്കും, ദെൻ അക്കൗണ്ടൻറ്റ്, ദെൻ ക്ലർക്ക്. ഓക്കെ, അതുപോലെ തന്നെയാണ് മാർക്കറ്റിംഗ് മാനേജർ എന്ന് പറയുമ്പോൾ മാർക്കറ്റിംഗ് മാനേജർ, അസിസ്റ്റൻറ്റ് മാർക്കറ്റിംഗ് മാനേജർ, പിന്നെ അതിൻ്റെ സെയിൽസ് സൂപ്പർവൈസേഴ്സ്, പിന്നെ സെയിൽസ് പേഴ്സൺ. അത്തരത്തിൽ അതോറിറ്റി ടോപ്പ് ടു ബോട്ടമിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ലൈൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, in line organization, the line authority consists of the uninterrupted series of authority steps and uniform hierarchical arrangements ആണ് ഇതിനകത്ത് വരുന്ന ലൈൻ ഓർഗനൈസേഷനകത്ത് വരുന്നത്. The line authorities not only become the avenue for commanding to operating personnel but also provide the channel of communication, coordination, accountability. ഇതൊക്കെ എന്താണ് ഓർഗനൈസേഷനകത്ത് ഉണ്ടാവും. ഓക്കെ, നമുക്കിതിൻ്റെ അഡ്വാൻറ്റേജസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ലൈൻ ഓർഗനൈസേഷനകത്ത് വരുന്ന അതിൻ്റെ അഡ്വാൻറ്റേജ് എന്നുള്ളത് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള പോയിന്റ് തന്നെയാണ് അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. ഒന്ന്, വളരെ ഈസി ആയിട്ടുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ്. ഇപ്പോൾ നമ്മൾ മറ്റ് സ്ട്രക്ചറുമൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഫംഗ്ഷണൽ ഓർഗനൈസേഷൻ, ലൈൻ ഓർഗനൈസേഷൻ, ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് വളരെ ഈസി ആയിട്ടുള്ള സ്ട്രക്ചറാണ്, വെർട്ടിക്കൽ റിലേഷൻഷിപ്പാണ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. Then it facilitates the unity of command and thus conform to the scalar principle of organization. അതായത് യൂണിറ്റി ഓഫ് കമാൻഡ്. ഇപ്പോൾ ഒരാൾക്ക് കമാൻഡ് കിട്ടുന്ന അതിൻ്റെ ടോപ്പിലുള്ള ഒരാളുടെ കയ്യിൽ നിന്നാണ് കമാൻഡ് കിട്ടുന്നത്. അപ്പോൾ ഒരു യൂണിറ്റി ഓഫ് കമാൻഡ് എന്നുള്ള പ്രിൻസിപ്പിളിലൂടെ ഫോളോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സ്കാലർ പ്രിൻസിപ്പിൾ ഓഫ് ഓർഗനൈസേഷൻ എന്നുള്ളത് ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. ഓക്കെ,
Then there is a clear cut ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ്. അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ് എന്നതിനകത്ത് വളരെ കൃത്യമായിട്ടുള്ള അതോറിറ്റി, അതുപോലെ തന്നെ അധികാരം, അതുപോലെ തന്നെ ഉത്തരവാദിത്തം, ഇതിനൊക്കെ വളരെ കൃത്യമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ഇവിടെ ഉണ്ട്. എംപ്ലോയീസ് ആർ ഫുള്ളി അവെയർ ഓഫ് ദ ബൗണ്ടറീസ് ഓഫ് ദ ജോബ്. അവരുടെ ഏത് മേഖലയാണ്, അവരുടെ ആരിൽ നിന്നാണ് അവരെന്ത് ചെയ്യുന്നത്, അവരുടെ ഇൻസ്ട്രക്ഷൻ സ്വീകരിക്കേണ്ടതെന്നൊക്കെ വളരെ കൃത്യമായിട്ട് അവർക്ക് എംപ്ലോയീസിന് അറിയും. അതുപോലെ തന്നെ ഇറ്റ് എൻഷുർ ദ എക്സലൻറ്റ് ഡിസിപ്ലിൻ ഇൻ ദ ഓർഗനൈസേഷൻ ബിക്കോസ് എവറി ഇൻഡിവിജ്വൽ നോസ് ടു ഹൂം ഹീസ് റെസ്പോൺസിബിൾ. ആരോട് ഉത്തരവാദിത്തം കാണിക്കണമെന്ന് വളരെ കൃത്യമായിട്ട് ലൈൻ ഓർഗനൈസേഷനകത്ത് അറിയുന്നത് കൊണ്ട് തന്നെ വളരെ ഒരു ഡിസിപ്ലിൻ ആയിട്ടുള്ള സ്ട്രക്ചർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ തന്നെ ആയിട്ട് ഫെസിലിറ്റേറ്റ് ദ പ്രോംപ്റ്റ് ഡിസിഷൻ മേക്കിങ്ങിനകത്ത് സാധിക്കുന്ന ഒരു ലെവലാണെന്ത് ലൈൻ ഓർഗനൈസേഷൻ എന്നുള്ളത്. ഇനി നമ്മളതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് പാർട്ടിലേക്കൊന്ന് പോവുകയാണെങ്കിൽ നമുക്ക് നോക്കാം. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് ദ ലൈൻ ഓർഗനൈസേഷൻ മേക്ക് ദ സുപ്പീരിയർ ടു ഓവർലോഡ് വിത്ത് വർക്ക്. അതായത് ഈ ലൈൻ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഈ സുപ്പീരിയർക്ക് അവർക്ക് വർക്ക് ലോഡ് കൂടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇഫ് ദ എക്സിക്യൂട്ടീവ് ട്രൈ ടു കീപ്പ് അപ്പ് വിത്ത് എവറി ആക്ടിവിറ്റി ദേ ആർ ബോഗ് ഡൗൺ വിത്ത് മൈ ഡീറ്റെയിൽസ് ആൻഡ് അൺഎബിൾ ടു പേ പ്രോപ്പർ അറ്റൻഷൻ ടു ഈച്ച് വൺ. അതായത് സുപ്പീരിയർക്ക് വർക്ക് ലോഡ് കൂടാനും അവർക്ക് കൃത്യമായിട്ടുള്ള അറ്റൻഷൻ കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇതിനകത്ത് വരാം, ലൈൻ ഓർഗനൈസേഷനകത്ത് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ദർ ഇസ് എ കോൺസെൻട്രേഷൻ ഓഫ് അതോറിറ്റി അറ്റ് ടോപ്പ് ലെവൽ. ടോപ്പ് എക്സിക്യൂട്ടീവ്സ് ആർ നോട്ട് കേപ്പബിൾ, എൻ്റർപ്രൈസ് വിൽ നോട്ട് ബി സക്സസ്ഫുൾ. അതായത് ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സിനാണെങ്കിലും ടോപ്പ് ലെവലിലെ ആൾക്കാർക്കാണ് കൂടുതൽ അധികാരം കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും പാളിച്ച പറ്റിയാൽ ആ ഒരു ഓർഗനൈസേഷൻ മൊത്തത്തിൽ പാടാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് അതിനകത്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് പറഞ്ഞിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജ് പറയുന്നത് നെക്സ്റ്റ് ദ ലൈൻ ഓർഗനൈസേഷൻ ഇസ് നോട്ട് സൂട്ടബിൾ ഫോർ ബിഗ് ഓർഗനൈസേഷൻ. ഒരു വലിയ ഓർഗനൈസേഷനകത്ത് നമുക്കിത് അത്രത്തോളം ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ അല്ല. ദെൻ ലാസ്റ്റ് വൺ, there is a practically no communication from bottom upwards because of concentration of authority at a higher level. അതായത് അതോറിറ്റി ഏറ്റവും ടോപ്പ് ലെവലിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യമാണ് പലപ്പോഴും ഈ ലൈൻ ഓർഗനൈസേഷനകത്ത് വഴിയൊരുക്കുന്നത്. കാരണം അത് വർക്കേഴ്സിലേക്ക് അല്ലെങ്കിൽ ഏറ്റവും ലോവർ ലെവലിലെ ആൾക്കാരിലേക്ക് അത് എത്താനുള്ള സാധ്യത കുറവാണ് എന്നാണ് പറഞ്ഞത്. കമ്മ്യൂണിക്കേഷൻ എത്താനുള്ള സാധ്യത കുറവാണ്. ഇഫ് സുപ്പീരിയർ ടേക്ക് എ റോങ് ഡിസിഷൻ ഇറ്റ് വുഡ് ബി ക്യാരിഡ് ഔട്ട് വിത്തൗട്ട് എനിബഡി ഹാവിങ് ദ കറേജ് ടു പോയിൻ്റ് ഔട്ട് ഡിസ് ഡെഫിഷ്യൻസി. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സുപ്പീരിയർക്ക് എന്തെങ്കിലും ഒരു പാളിച്ച പറ്റുകയാണെങ്കിൽ അത് തുറന്ന് പോവുകയാണ് ചെയ്യുന്നത്. അതിന് ആ പാളിച്ചകൾക്ക് അത് എന്താണെന്ന് പിന്നെ അതിനെ തിരുത്താനോ അല്ലെങ്കിൽ അത് റോങ് ഡിസിഷൻ ആവാനുള്ളൊരു സാധ്യതയുണ്ട്. അത് പോയിൻ്റ് ഔട്ട് ചെയ്യാൻ, ആ ഡെഫിഷ്യൻസി പോയിൻ്റ് ഔട്ട് ചെയ്യാനൊന്നും ആരും കറേജ് ഉണ്ടാവുകയില്ല. അല്ലെങ്കിൽ അവരതിന് അത്രത്തോളം, കാരണം അവർക്ക് അവരുടെ സുപ്പീരിയർ അവർ കൃത്യമായിട്ട് അനുസരിക്കും. പക്ഷേ സുപ്പീരിയർക്ക് തന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാൽ അത് ആ ഒരു ഓർഗനൈസേഷനെ തന്നെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മളതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. പക്ഷേ എങ്കിൽ കൂടി ഇത്രയും ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ കൂടി ഒരു ചെറിയ ഓർഗനൈസേഷനകത്ത് നമ്മൾക്ക് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ് ലൈൻ ഓർഗനൈസേഷൻ എന്നുള്ളത്. ദർ ഇസ് എ ലെസ് നമ്പർ ഓഫ് ലെവൽസ് ഓഫ് അതോറിറ്റി ഉണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ആൾക്കാരെ ഉള്ളത് എങ്കിൽ ഇത് സ്യൂട്ടബിളാണ്. പക്ഷേ വലിയ ഓർഗനൈസേഷൻ ആണെങ്കിൽ ലൈൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്നുള്ളത് സ്യൂട്ടബിൾ അല്ല. മോഡിഫിക്കേഷൻ ഓഫ് ദി സ്ട്രക്ചർ ഈസ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ അണ്ടർ വിച്ച് സ്പെഷ്യലിസ്റ്റ് ആർ അറ്റാച്ച്ഡ് ടു ലൈൻ എക്സിക്യൂട്ടീവ്. ഇപ്പോൾ സ്പെഷ്യലിസ്റ്റിനെ കൂടി അറ്റാച്ച് ചെയ്യുന്നതിനെയാണ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഡിസ്കസ് ചെയ്യാം ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ എന്നുള്ളത്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള ലൈൻ ഓർഗനൈസേഷൻ അതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. മറ്റൊരു ടോപ്പിക്കുമായി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.